കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ശക്തമായ പ്രതിരോധ പങ്കാളിത്തമുണ്ട്. എന്നാൽ സൗഹൃദ രാജ്യത്തിൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ചിപ്പോൾ ചോദ്യങ്ങൾ ഉയരുകയാണ്. ഇന്ത്യയുടെ DRDOയുമായി സഹകരിച്ച് നിർമ്മിച്ച ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണിപ്പോൾ തർക്ക വിഷയം. അത് ഇസ്രായേൽ ഒറ്റയ്ക്ക് വിപണനം ചെയ്യുകയും വിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായി ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. ചോദ്യം ചെയ്യപ്പെടുന്ന ഈ നൂതന വ്യോമ പ്രതിരോധ സംവിധാനം എന്താണ്? ബാരക് 8 ഒരു നൂതന വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ഹരിയാനയിലെ സിർസയിൽ ആകാശത്ത് വെച്ച് ഒരു പാകിസ്ഥാൻ മിസൈലിനെ തടഞ്ഞ് വെടിവെച്ചിട്ട അതേ സംവിധാനമാണിത്. ഇന്ത്യയുടെ DRDOയും ഇസ്രായേൽ കമ്പനിയായ ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസും സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് ബാരക് 8. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ബാരക് MX എന്ന പുതിയ പേര് നൽകി ഇസ്രായേൽ ഇപ്പോൾ ലോകത്തിലെ ചില രാജ്യങ്ങൾക്ക് ഈ മിസൈൽ സിസ്റ്റം വിൽക്കാൻ ശ്രമിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു ബാരക് 8. എന്നാൽ ഈ മിസൈൽ മാത്രം വിൽക്കാനുള്ള ഇസ്രായേലിൻ്റെ ശ്രമം ഇന്ത്യയെ കുഴപ്പത്തിലാക്കും. DRDOയുടെ വിശ്വാസ്യതയെ അത് എങ്ങനെ ബാധിക്കും? ബാരക് 8 വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ കയറ്റുമതി വകഭേദത്തിൽ DRDO വികസിപ്പിച്ച സാങ്കേതികവിദ്യ ഇസ്രായേൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് defense.in എന്ന വെബ്സൈറ്റ് അവകാശപ്പെട്ടു. പ്രത്യേകിച്ച് ഡ്യുവൽ പൾസ് റോക്കറ്റ് മോട്ടോർ ഇസ്രായേൽ വിൽക്കുന്ന വകഭേദത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യക്കായി തദ്ദേശീയ സാങ്കേതികവിദ്യയെ അടിസ്ഥാനമാക്കി നിരവധി ആയുധങ്ങൾ നിർമ്മിച്ചതിനാൽ DRDOയുടെ കഠിനാധ്വാനത്തെയും അതിൻ്റെ ശേഷിയെയും പ്രതിരോധ മേഖലയിൽ അവർ കെട്ടിപ്പടുക്കുന്ന പേരിനെയും ഇസ്രായേൽ ഇത്തരമൊരു പ്രവൃത്തിയിലൂടെ മോശമാക്കാൻ ശ്രമിക്കുന്നത് വേദനിപ്പിക്കുന്നു. ഈ പദ്ധതിയിൽ ഇന്ത്യൻ സ്ഥാപനങ്ങളുടെ സംഭാവന എന്താണ്? 2006 ഇസ്രായേലുമായി ചേർന്ന് 2500 കോടി രൂപയുടെ പ്രാരംഭ ചെലവിൽ ഇന്ത്യ ഈ പദ്ധതി ആരംഭിച്ചു. ഇരു രാജ്യങ്ങൾക്കും വേണ്ടി നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബാലിസ്റ്റിക് മിസൈലുകൾ, നൂതന ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ, 4ാം തലമുറ വരെയുള്ള യുദ്ധവിമാനങ്ങൾ എന്നിവയെ തടയുന്നതിനാണ് ഈ വ്യോമ പ്രതിരോധ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ഇന്ത്യൻ പ്രതിരോധ കമ്പനികൾ ഈ സിസ്റ്റത്തിൻ്റെ ആവശ്യ ഭാഗങ്ങളുടെ നിർമ്മാണങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഇസ്രായേലുമായി സഹകരിച്ച് ഇന്ത്യ ഒരു നൂതന വ്യോമ പ്രതിരോധ സംവിധാനം അങ്ങനെ വികസിപ്പിച്ചെടുത്തു. പാകിസ്ഥാൻ ബാലിസ്റ്റിക് മിസൈൽ ഫത്ത 2 ആകാശത്ത് വെടിവെച്ച് വീഴ്ത്തിയത് ഈ വ്യോമ പ്രതിരോധ സിസ്റ്റമാണ്. അതിലൂടെ അതിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുമുണ്ട്. ബാരക് വ്യോമ പ്രതിരോധ സംവിധാനത്തിനായി DRDO ഒരു പ്രത്യേക ഡ്യുവൽ പൾസ് റോക്കറ്റ് മോട്ടോർ വികസിപ്പിച്ചെടുത്തിരുന്നു. ഇത് ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈലിന് ലക്ഷ്യത്തിലെത്തുന്നത് വരെ വേഗത നിലനിർത്താനും പെട്ടെന്ന് ദിശ മാറ്റാനുമുള്ള കഴിവ് നൽകുന്നു. ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് ഇന്ത്യയെപ്പോലെ വലിയ ഒരു പ്രതിരോധ വിപണിയും ഇസ്രായേലിന് ലഭിച്ചു. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഈ സംവിധാനം ഏകപക്ഷീയമായി മറ്റൊരു പേരിൽ വിൽക്കുന്നത്? ഇതൊക്കെയാണെങ്കിലും ഇസ്രായേൽ ബാരക് MX എന്ന പേരിൽ ഏകപക്ഷീയമായി ഈ സംവിധാനം വിൽക്കുന്നു. ഇതിനായി അസർബൈജാനുമായി 12 ബാരക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കായി കരാർ ഒപ്പിട്ടു. 2022 മൊറോക്കോയുമായി $500 മില്യൺ ഒരു കരാറിൽ ഇസ്രായേൽ ഒപ്പുവച്ചിരുന്നു. ഇസ്രായേൽ വിൽക്കുന്ന ബാരക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് DRDO വികസിപ്പിച്ചെടുത്ത ഡ്യുവൽ പൾസ് റോക്കറ്റ് മോട്ടോറുകളില്ല എന്നതാണ് പ്രധാന തർക്കം. ബാരക് പ്രതിരോധ സംവിധാനങ്ങളുടെ വിൽപ്പനയെക്കുറിച്ച് ഇസ്രായേൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമായി സംസാരിക്കുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ട്. ഇന്ത്യയെ മറികടക്കാൻ ഇസ്രായേൽ ശ്രമിക്കുകയാണോ? defense.in പ്രകാരം ബാരക് പ്രതിരോധ സംവിധാനത്തിൻ്റെ കയറ്റുമതി മാതൃകയിൽ തങ്ങളുടെ പ്രൊപ്പൽഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നതിലൂടെ ഇന്ത്യ ഈ സാങ്കേതിക തലത്തിൽ നൽകിയ സഹായത്തെ ഇസ്രായേൽ മറികടക്കുകയാണ്. ഇതുമൂലം ആഗോള പ്രതിരോധ വിപണിയിൽ ഇന്ത്യക്ക് ഒരു നേട്ടവും ലഭിക്കുന്നില്ല. ഇതിനു പുറമെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ബൗദ്ധിക സ്വത്തവകാശത്തെയും ഡേറ്റ അവകാശങ്ങളെയും കുറിച്ചുള്ള സ്ഥിതി വ്യക്തവുമല്ല. ഇത് ഇന്ത്യയുടെ സാങ്കേതികവും സാമ്പത്തികവുമായ പങ്കാളിത്തത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഇസ്രായേൽ ഈ പ്രവൃത്തി ചെയ്തത് ന്യൂഡൽഹിയെ കൂടുതൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചതായി റിപ്പോർട്ട് പറയുന്നു.
ഏകപക്ഷീയമായ പങ്കാളിത്തത്തിന് ഇസ്രായേൽ ശ്രമിച്ചാൽ ഭാവിയിലെ തന്ത്രപരമായ സഹകരണത്തെയും ഇസ്രായേലിലുള്ള വിശ്വാസത്തെയും ഇത് ബാധിച്ചേക്കാമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭാവി പ്രതിരോധ കരാറുകളെയും ബാധിച്ചേക്കാം. കര-നാവിക ഉപയോഗത്തിനായി രൂപകൽപ്പന ചെയ്ത ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ് ബാരക് 8. ഇത് ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി നിർമ്മിച്ച ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ്. 70 മുതൽ 100 കിലോമീറ്റർ ദൂരപരിധിയും 20 കിലോമീറ്റർ ഉയരവുമുള്ള ഇത് ഒന്നിലധികം ഭീഷണികളെ ട്രാക്ക് ചെയ്യാനും നേരിടാനുമുള്ള കഴിവുണ്ട്. വിമാനങ്ങൾ, മിസൈലുകൾ, UAVകൾ എന്നിവയ്ക്കെതിരെ 360 ഡിഗ്രി സംരക്ഷണം നൽകുന്നു. 2015 ഏപ്രിൽ 29-30 തീയതികളിൽ ഇന്ത്യൻ നാവികസേന INS കൊൽക്കത്തയിൽ നിന്ന് ബാരക് 8 വിജയകരമായി പരീക്ഷിച്ചു. അറബിക്കടലിൽ നടത്തിയ നാവികാഭ്യാസത്തിനിടെ അതിവേഗ ലക്ഷ്യങ്ങളിലേക്ക് 2 മിസൈലുകൾ തൊടുത്തുവിട്ടു. ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്താൻ കഴിവുള്ള റഡാർ ഗൈഡൻസ് സർഫസ് ടു എയർ മിസൈലുകൾ ഇതിൽ ഉപയോഗിക്കുന്നു. MRSAM എന്നും അറിയപ്പെടുന്ന ബാരക് 8 മിസൈൽ സംവിധാനം ഇന്ത്യയുടെ DRDOയും ഇസ്രായേലിൻ്റെ IAIയും സംയുക്തമായാണ് വികസിപ്പിച്ചെടുത്തത്. ഡ്യുവൽ ഫേസ് റോക്കറ്റ് മോട്ടോർ പോലുള്ള നിർണായക ഘടകങ്ങൾ DRDO വികസിപ്പിച്ചെടുത്തു. ഡൽഹിയെ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ നടത്തിയ ഫത്ത 2 മിസൈലിനെ ഹരിയാനയിലെ സിർസയിൽ വെച്ച് തടഞ്ഞത് ഈ ബാരക് വ്യോമ പ്രതിരോധ സിസ്റ്റമാണ് എന്നത് ശ്രദ്ധേയമാണ്. ഈ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിനെ തകർക്കാൻ കഴിവുള്ള 3 മിസൈൽ സംവിധാനങ്ങളിൽ ഒന്നാണ് ഈ ബാരക് സംവിധാനം. ഹീബ്രു ഭാഷയിൽ ബരാക് എന്നാൽ മിന്നൽ എന്നാണ്. ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനായി ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് IAI ഈ പദം തിരഞ്ഞെടുത്തു. ബാരക് 8ന് ഏകദേശം 4.5 മീറ്റർ നീളവും മിസൈൽ ബോഡിയിൽ 0.225 മീറ്റർ വ്യാസവും ബൂസ്റ്റർ ഘട്ടത്തിൽ 0.54 മീറ്ററും 0.494 മീറ്റർ ചിറകുകളുമുണ്ട്. 60 കിലോഗ്രാം വാർഹെഡ് ഉൾപ്പെടെ 275 കിലോഗ്രാം ഭാരവുമുണ്ട്. മിസൈലിന് പരമാവധി വേഗത മാക് 2 ആണ്. പരമാവധി പ്രവർത്തന പരിധി 70 കിലോമീറ്ററാണ്. പിന്നീട് ഇത് 100 കിലോമീറ്ററായി വർദ്ധിപ്പിച്ചു.